എല്ലാവർക്കും നമസ്കാരം. മാത്വി ലേണിംഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിൽ നിന്ന് വരുന്ന രണ്ട് ചോദ്യങ്ങൾ. അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ സെറ്റ് മാത്തമാറ്റിക്സ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രണ്ട് ചോദ്യങ്ങളാണ് ഇത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ബാച്ചിൽ ഹോംവർക്ക് ആയിട്ട് കൊടുത്തുള്ള രണ്ട് ചോദ്യങ്ങളായിരുന്നു. നോക്കുക, അതിലെ ആദ്യത്തെ ചോദ്യം, ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y equal to x square plus 2, y equal to x, x equal to 0, x equal to 3 is. ഈ കർവുകളൊക്കെ ബൗണ്ടറി ആയിട്ട് വരുന്ന ഒരു റീജിയന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. അപ്പൊ നമുക്കൊന്ന് ഫിഗർ വരച്ചു നോക്കാം. ആദ്യത്തേത് പരാബോളയാണ് അല്ലെ, y equal to x square plus 2, അതായത് എക്സിന് 0 കൊടുത്താൽ y equal to 2 വരുന്ന ടൈപ്പ്. ഇവിടെയാണ് അതിന്റെ കോർഡിനേറ്റ് വരിക, ഇവിടെ. ഓക്കെ, ഇത് ഇങ്ങനെ വരയ്ക്കുന്ന പരാബോളയാണ്. ഇത് y സ്ക്വയർ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x ഫോർമാറ്റിലായതുകൊണ്ട് മുകളിലോട്ടായിരിക്കും ഈ പരാബോള പോവുക. അപ്പൊ ഇത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് പറഞ്ഞ പരാബോളയാണ്. ഇനി അടുത്തത് ലൈൻ y ഈക്വൽ ടു എക്സ്, അത് ഇതാ ഇവിടെയാണ് ഉണ്ടാവുക, y ഈക്വൽ ടു എക്സ് അല്ലെ. ഇങ്ങനെ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ ആയിരിക്കും കേട്ടോ, ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ ആയിരിക്കുമേ. y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ലൈനാണ് ഇത്. ഓക്കെ, ഇനി x ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മുടെ എക്സ് ആക്സിസ്, സോറി y ആക്സിസ് ആണ് x ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇനി അടുത്തത് x ഈക്വൽ ടു 3, x ഈക്വൽ ടു 3 എന്ന് പറയുന്ന ലൈൻ. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ബൗണ്ടറി ആയിട്ട് വരുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ ആണ്, ഈ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ യെല്ലോ കളറിൽ ഷെയ്ഡ് വരുന്ന ഈ പോർഷൻ ആണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് എന്ത് ചെയ്യും നമ്മൾ, എങ്ങനെയാണ് റിക്വയർഡ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കുക? റിക്വയർഡ് ഏരിയ ഇസ് ഏരിയ ഈക്വൽ ടു ഏരിയ അണ്ടർ ഫസ്റ്റ് കർവ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 അല്ലെ. ഏരിയ അണ്ടർ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 മൈനസ് ഏരിയ അണ്ടർ y ഈക്വൽ ടു എക്സ്. ഈ താഴെയുള്ള ഏരിയ മൈനസ് ചെയ്താൽ മതിയല്ലോ, y ഈക്വൽ ടു എക്സ്. ശരിയല്ലേ? ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഏരിയ അണ്ടർ y ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 കാൽക്കുലേറ്റ് ചെയ്യാൻ എവിടെ മുതൽ എവിടം വരെ ലിമിറ്റ് എടുക്കണ്ടേ? 0 to 3 ആണ് എക്സിന്റെ ലിമിറ്റ് കൊടുക്കേണ്ടത്. ദാറ്റ് ഇസ് ഇന്റഗ്രൽ 0 to 3 y എന്ന് പറയുന്നത് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2 അല്ലെ, എക്സ് സ്ക്വയർ പ്ലസ് 2 dx എന്ന് നമുക്ക് എഴുതാം. പിന്നെ മൈനസ് ഏരിയ അണ്ടർ y ഈക്വൽ ടു എക്സ്. ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എന്താ സാധനം, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് ഈ കാണുന്നത് അല്ലെ. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഈ പോയിന്റ് എക്സ് ഈക്വൽ ടു y ആയിട്ട് വരുന്ന പോയിന്റ്, എക്സ് 3 ആണെങ്കിൽ y-യും 3 ആണ്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് 3 ആയിരിക്കും, ഇവിടെ നിങ്ങളുടെ ഡിസ്റ്റൻസും 3 ആയിരിക്കും. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയ ഹാഫ് BH അല്ലെ, 3 into 3. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാലോ നമുക്ക്. ഇനി ഇത് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഏരിയ നോക്കുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കി നോക്കൂ. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 അല്ലെ, എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 2ന്റെ ഇന്റഗ്രൽ 2x, 0 to 3 ലിമിറ്റ് കൊടുക്കുക. പിന്നെ മൈനസ് 9/2 എന്നും കിട്ടും. ശരിയല്ലേ? ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഞാൻ നിങ്ങളുടെ നീക്കി എഴുതാം. എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 ക്യൂബ് ബൈ 3 എന്ന് പറഞ്ഞാൽ 9 വരും അല്ലെ, 27/3 9. ഇവിടെ എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ 6 കിട്ടും. അപ്പോ പിന്നെ ലോവർ ലിമിറ്റ് 0 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. 9/2 മൈനസ് ചെയ്യുക. അപ്പൊ 9 മൈനസ് 9/2 എന്ന് പറഞ്ഞാൽ 9/2 തന്നെയാണ് അഗെയിൻ അല്ലെ. 9/2 പ്ലസ് 6 എന്ന് വരും. അത് എത്ര കിട്ടും നോക്കൂ. നിങ്ങൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 12 പ്ലസ് 9 is 21, 21/2 10.5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരിക, 10.5. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്തത് ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് എക്സ് ഈക്വൽ ടു 0, y ഈക്വൽ ടു 0, 2x പ്ലസ് 5y ഈക്വൽ ടു 1 ഇൻ സ്ക്വയർ യൂണിറ്റ്സ്. അപ്പൊ ഈ ഒരു ഫിഗർ നമുക്കൊന്ന് വരച്ചു നോക്കാം. ആദ്യം എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന y ആക്സിസും y ഈക്വൽ ടു 0 എന്ന് പറയുന്ന x ആക്സിസും ആണ് രണ്ട് ബൗണ്ടറി ആയിട്ടുള്ളത്. പിന്നെ ഒരു ലൈൻ ആണ് അല്ലെ. ഈ ലൈൻ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അതെങ്ങനെ വരയ്ക്കുമ്പോൾ അതിന്റെ ഇന്റർസെപ്റ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് x ആക്സിസിനെ കട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് y ഈക്വൽ ടു 0 കൊടുത്തു നോക്കുക. y 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നോക്കി നോക്കിയേ. ഇതിൽ y 0 കൊടുത്തു കഴിഞ്ഞാൽ 2x പ്ലസ് 1 0 അല്ലെ, 5 into y ആണ് 0 ഈക്വൽ ടു 1. അതായത് x ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അപ്പൊ x ആക്സിസിൽ കട്ട് ചെയ്യുന്നത് എവിടെയാണ്? 1/2 0-ലാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കൂ. y ആക്സിൽ എവിടെ കട്ട് ചെയ്യുന്നത് അറിയാൻ എക്സിന് 0 കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും നോക്കിയേ. 0 പ്ലസ് 5y ഈക്വൽ ടു 1, അതായത് y ഈക്വൽ ടു 1/5 എന്ന് കിട്ടും. y ആക്സിൽ കട്ട് ചെയ്യുന്നത് എവിടെയാണ്? 1/5-ലാണ്. അപ്പൊ 0 1/5 ആണ് അടുത്ത പോയിന്റ്. ഈ രണ്ട് പോയിന്റും ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഇതാണ് നമ്മുടെ ലൈൻ.
ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇതെല്ലാം കൂടെ ബൗണ്ടറി ആയിട്ട് വരുന്ന ഈ ഏരിയ ആണ് അല്ലെ. ഇത് ഇന്റഗ്രേറ്റ് ചെയ്തൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ട്രയാങ്കിൾ ആണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഈ ഡിസ്റ്റൻസ് 1/2 ആണ്, ഈ ഡിസ്റ്റൻസ് 1/5 ആണ്. ഏരിയ ഹാഫ് ബി എച്ച് വെച്ച് കണ്ടുപിടിക്കാം. ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്നത് ബേസ് 1/2, ഹൈറ്റ് എന്ന് പറയുന്നത് 1/5 അല്ലെ. എന്ത് കിട്ടും നോക്കിയേ, 1/20 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് കൃത്യമായിട്ടുള്ള ആൻസർ വരിക. ശരിയല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ എഴുതാം. ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.